ഡയറക്ടർ ശങ്കർ ഒരു സമയത്ത്, അതായത് നമ്മുടെ ചെറുപ്പകാലം തൊട്ട് പ്രത്യേകിച്ച് 90s കിഡ്സിന് നന്നായിട്ട് അറിയാം. അതായത് ഇന്ത്യൻ സിനിമയിലെ ബ്രഹ്മാണ്ഡ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പേരായിരുന്നു, ഡയറക്ടർ ശങ്കർ എന്നുള്ളത്. എൻ്റെയൊക്കെ ചെറുപ്പകാലം മുതലേ ഞാൻ കണ്ടു വളർന്ന അല്ലെങ്കിൽ കേട്ട് വളർന്നിട്ടുള്ള ബ്രഹ്മാണ്ഡ സിനിമ എന്ന് പറയുന്ന ഒരു വാക്കിന്, ഒറ്റ വേർഡിന് നമ്മൾ അർത്ഥം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശങ്കർ സിനിമ എന്നായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്യൻ സിനിമ ഒക്കെ തൃശ്ശൂർ കൈരളി തിയേറ്ററിൽ ഈ സിനിമ റിലീസിന് വരുന്ന സമയത്ത് മലയാള മനോരമ പത്രത്തിൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മുടക്കുമുതലുള്ള സിനിമ എന്ന് പറഞ്ഞിട്ട്, അന്നത്തെ മുടക്കുമുതൽ സംതിങ് 35 കോടിയൊക്കെ ആയിരുന്നു സിനിമയുടെ. അന്യൻ്റെ പത്രപരസ്യം, അന്യൻ തിയേറ്ററിൽ ഞാൻ കണ്ടിട്ടുള്ള ക്രൗഡും, അതുപോലെ ഒരുപാട് സിനിമകൾ, മുതൽവൻ, ബ്രഹ്മാണ്ഡ സിനിമകൾ എന്ന് പറഞ്ഞാൽ അത് ശങ്കർ സിനിമകളായിരുന്നു. ഒരു ശങ്കർ സിനിമ റിലീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെലിബ്രേഷൻ മൂഡായിരുന്നു. കാരണം അന്നൊന്നും ശങ്കറിനെ പോലെ ഇതേമാതിരി സിനിമകൾ അല്ലെങ്കിൽ ഇത്ര വലിയ ക്യാൻവാസിൽ സിനിമകൾ ചെയ്യാൻ കപ്പാസിറ്റിയോ കാപ്പബിൾ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഒന്നും എവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഇങ്ങനെ ഇല്ലായിരുന്നത് കൊണ്ടായിരിക്കണം ഇത്രമാത്രം ഒരു എന്താ പറയാ, ഒരു ടാലന്റ് ഉള്ള ഒരു ഡയറക്ടറെ അന്ന് ആൾക്കാർ, ഒരുപാട് പേർക്ക് എന്താ പറയാ, ആ ജനറേഷനിലെ ആൾക്കാർക്ക് അറിയാമെങ്കിൽ കൂടിയിട്ട് ഇന്ന് കാണുന്ന സ്വീകാര്യതയ്ക്ക് മേലേക്ക് അന്ന് ഈ സോഷ്യൽ മീഡിയക്ക് ഉണ്ടായിരുന്നെങ്കിൽ കിട്ടിയേനെ. അല്ലെങ്കിൽ ഇന്നാണ് ശങ്കറിന്റെ സിനിമകൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സിനിമകൾ ചെയ്തു വെച്ചിട്ടുള്ള പുള്ളിയുടെ റേഞ്ച് എന്ന് പറയുന്നത് അമ്മാര് റേഞ്ച് പടങ്ങൾ തന്നെയായിരുന്നു. അതായത് ആ കാലഘട്ടത്തിൽ ഇപ്പം എന്താ പറയാ 2000, 2005 ആ കാലഘട്ടത്തിലൊക്കെ, അല്ലെങ്കിൽ 90കളുടെ അവസാനം എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ ടെക്നോളജിയൊക്കെ നമുക്ക് ഏകദേശം അറിയാം എത്രത്തോളം മാക്സിമം വന്നിട്ടുണ്ട്. ആ ഒരു ടെക്നോളജി, ആ ഒരു പരിമിതമായ ടെക്നോളജിയുടെ സമയത്ത് ശങ്കറെ പോലത്തെ ഒരു ഡയറക്ടർ ചെയ്ത് വെച്ചിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ എന്താ പറയുക ബ്രഹ്മാണ്ഡം തന്നെ വിളിക്കേണ്ടി വരും. അത്രമാത്രം സിനിമാ പ്രേമികൾ, അതായത് സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ശരിക്കറിയാം ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു വേവ് ലെങ്ത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ബ്രഹ്മാണ്ഡ സിനിമ എന്ന് പറഞ്ഞാൽ അത് ശങ്കറാണ്. ഇപ്പോൾ ശങ്കറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമയായിട്ടുള്ള നമ്മുടെ ഗെയിം ചേഞ്ചർ റിലീസ് ചെയ്യാൻ പോവാണ്. 10-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. രാം ചരണാണ് നായകൻ, ദിൽരാജു ആണ് പ്രൊഡക്ഷൻ ചെയ്യണത്, കാർത്തിക് സുബ്രാജിന്റെ സ്ക്രിപ്റ്റാണ്, SS തമ്മനാണ് മ്യൂസിക് ചെയ്യുന്നത്. ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടമാനം പ്രൊമോസ് അവർ റിലീസ് ചെയ്യുന്നുണ്ട്. ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന്റെ സമയത്ത് ശങ്കർ പറഞ്ഞ വാക്കുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് ഇന്ത്യൻ സിനിമയുടെ പ്രൈഡായിട്ടുള്ള SS രാജമൗലി ഈ ട്രെയിലർ ലോഞ്ചിന് വന്നതിനെ പറ്റിയിട്ട് പുള്ളി സന്തോഷമായിട്ട് പറയണത്. പക്ഷെ പുള്ളിയെ സന്തോഷമായിട്ട് പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് പുള്ളിയുടെ മനസ്സിൽ ചിലപ്പോൾ സങ്കടം ഉണ്ടാവുമെന്ന് അറിയില്ല. ആസ് എ മൂവി ലവർ അല്ലെങ്കിൽ സിനിമ ലവർ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ മനസ്സിൽ കാണുമ്പോൾ ഒരു ചെറിയൊരു സങ്കടം. അതായത് എങ്ങനെ നിന്നിരുന്ന മനുഷ്യനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മനുഷ്യൻ ഇന്ന് സ്വന്തം പടത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈഡ് ഡയറക്ടർ എന്ന് പറയുന്ന SS രാജമൗലിനെ പുകഴ്ത്താണ്. അതായത് അതിൽ തെറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറഞ്ഞത്. SS രാജമൗലി 100% കറക്റ്റ് തന്നെയാണ്. ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ അത് രാജമൗലി തന്നെയാണ്. അതിലൊന്നും യാതൊരു മാറ്റില്ല. പക്ഷെ നമ്മൾ ചെറുപ്പം തൊട്ടൊക്കെ കണ്ടു വരുന്ന ആൾക്കാരുകളല്ലേ. അപ്പം നമുക്കത് കാണുമ്പോൾ ഒരു ചെറിയൊരു വിഷമം. ആ വിഷമമാണ് ഞാൻ അവിടെ ഷെയർ ചെയ്തത്, വേറെ ഒന്നുമില്ല. ഇപ്പോൾ എന്തായാലും പുള്ളിയുടെ എവിടം തൊട്ടാണ് ശങ്കറിന് പാളിയെ എന്നുള്ള ഒരുപാട് ചർച്ചകൾ നോർമലി സിനിമ ഗ്രൂപ്പ്സിലും അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ലാസ്റ്റ് പുള്ളിയുടെ ഒരു കംപ്ലീറ്റ് ഹിറ്റായിട്ട് വന്ന സിനിമ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് നൻപനാന്ന് തോന്നുന്നു. നൻപൻ സിനിമയാണ് വന്നിട്ടുള്ളത്. എന്തിനായിരുന്നു പക്ക ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത്. നൻപന് ശേഷം പുള്ളി അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള സിനിമ ഒക്കെ വന്നിരുന്നെങ്കിൽ കൂടി വന്നു, 2.0 വന്നു. പക്ഷെ ഇതൊന്നും ഒരു ശങ്കർ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും അറിഞ്ഞിട്ടുള്ള ആൾക്കാരുകൾക്ക് ഞാൻ ഈ പറയണത് മനസ്സിലാവും. ഞാനത് ശരിക്കും റിയലൈസ് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ പറഞ്ഞ അന്യൻ സിനിമ, അതേപോലെ തന്നെ ശിവാജി റിലീസിനൊക്കെ തൃശ്ശൂർ രാഗത്തിൽ ഉണ്ടായിരുന്ന ഓളം, അതൊന്നും അങ്ങനെ നമ്മുടെ കൺമുന്നിൽ തന്നെ മറക്കില്ല. അമ്മൊരു റേഞ്ച് ആയിരുന്നു ശങ്കർ പടം. ശിവാജി ദ ബോസ്, രജനീകാന്ത് വേറെ ലെവല്, ഒരു മെമ്മറബിൾ മൊമെന്റ്സ് ഒക്കെയാണ്. അന്ന് ഇന്നത്തെ പോലെ ബുക്ക് മൈ ഷോ പോലെ ഒരു സിറ്റി ടൗണിൽ തന്നെ 16 തിയേറ്ററിൽ പടമൊന്നുമില്ല. ഒരു തിയേറ്ററോ 2 തിയേറ്ററൊക്കെ മാക്സിമം, അറ്റമുട്ടി കൂടിപ്പോയാൽ 3 തിയേറ്റർ. അപ്പോൾ ഈ 3 തിയേറ്ററിലൊക്കെ പടം വരുമ്പോൾ വരുന്ന ക്രൗഡും കാര്യങ്ങളും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ശിവാജി ദ ബോസിന്റെ റിലീസിന് അന്ന് മലയാള മനോരമ പത്രത്തിൽ കൊടുത്തിട്ടുള്ള പരസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ അഡ്വർടൈസ്മെന്റ് എന്താണെന്ന് വെച്ചാൽ തല മുട്ടയടിച്ചിട്ട് ഈ പടത്തിന് കയറുക എന്നുള്ള കൺസെപ്റ്റ്. അന്ന് രജനി ഫാൻസ് തിരുവല്ലാമലയാണ് തൃശ്ശൂരൊക്കെ ഭരിക്കുന്നത്. അത് മീൻസ് ഫാൻസ് ക്ലബിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ തിരുവല്ലാമലയാണ്. അവിടെ നിന്ന് തലയൊക്കെ മുട്ടടിച്ച് ആൾക്കാർ ശിവാജി ദ ബോസിലെ ക്യാരക്ടറിന്റെ പോലെ സിനിമയ്ക്ക് കയറണതും ഒരു ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എന്തിനും പടത്തിന് ഫസ്റ്റ് ഷോക്ക് ഞാൻ പോയിട്ടുണ്ട്. അന്ന് ഞാൻ +1 പഠിക്കുന്നത്. രാവിലെ 9:30 ഷോ ആയിരുന്നു ഫസ്റ്റ് ഷോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ശങ്കർ പടം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം നമ്മളിപ്പോഴും ഓർക്കാണ്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് പുള്ളിക്ക് കഷ്ടകാലം തന്നെ പറയാം.
ശരിക്കും ശരിക്കും കഷ്ടമാണെന്ന് തന്നെ പറയാം. ഈ പറയുന്ന ഐക്ക് ശേഷം ഐ പിന്നെയും തട്ടിമുട്ടി ഓടിയെന്നല്ലാതെ 2.0 ഒന്നും എന്നിലെ ഒരു പ്രേക്ഷകനെ ഒരു എക്സൈറ്റ്മെന്റ് ചെയ്തിട്ടുള്ള പടമൊന്നുമല്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമകൾ നമ്മൾ മറ്റു ഭാഷകളുടെ പടങ്ങൾ കാണുന്നു, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അപ്ഡേറ്റഡ് ആവുക അല്ലെങ്കിൽ ശങ്കർ അപ്ഡേറ്റഡ് ആവാത്ത പ്രശ്നമാണ് എന്നൊന്നും ഞാൻ പറയില്ല. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡയറക്ടർ തന്നെയാണ്. ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, കപ്പാസിറ്റിയുള്ള ഡയറക്ടറാണ് ഇപ്പോഴും പടങ്ങൾ വലുത് ചെയ്യാനായിട്ട്. പക്ഷെ എവിടെ എന്തോ പാളി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് പറയാം. ശങ്കർ ഇപ്പം ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഞാൻ മനസ്സിലാക്കിയത് പുള്ളിക്ക് മറ്റേ സുജാത എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പുള്ളിക്ക് ഭയങ്കര രാശിയായിരുന്നു. പിന്നത്തെ ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ശങ്കറിനെ പോലെ പടങ്ങൾ ചെയ്യാൻ ശങ്കർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ വേണമെങ്കിൽ 1-2 ഇപ്പം മണിരത്നം ശങ്കറിന്റെ റേഞ്ച് എൻ്റെ കൺസെപ്റ്റില്ല. മണിരത്നം അടിപൊളി ഡയറക്ടറാണ്, ഞാൻ പറഞ്ഞത് മോശമല്ല, നല്ല ക്ലാസ് ഡയറക്ടറാണ്. പക്ഷെ ബ്രഹ്മാണ്ഡം അല്ലെങ്കിൽ ഒരു എന്താ പറയുക വലിയൊരു വിഷൻ വെച്ച് കണ്ട് ചെയ്യുന്ന ഒരാൾ ശങ്കറാണ്. അന്ന് ശങ്കർ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരുപാട് ഡയറക്ടേഴ്സ് വന്നു തുടങ്ങി. ഒരുപാട് പേര് അത്യാവശ്യം റേഞ്ചിലുള്ള പടങ്ങൾ എടുത്തു തുടങ്ങി. ഇപ്പം മുരുകദാസ് എടുത്തു തുടങ്ങി. മുരുകദാസിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജ്ഞാനവേൽ മുത്തു, നമ്മുടെ കോബ്രയുടെ ഒക്കെ ഡയറക്ടർ, അവരെടുത്തു തുടങ്ങി. അജയ് ജ്ഞാനമുത്ത് എടുത്തു തുടങ്ങി. അറ്റ്ലി എടുത്തു തുടങ്ങി. അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് എടുത്തു തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത് വലിയ സംഭവം അല്ലാണ്ടായി തുടങ്ങി. എനിക്ക് തോന്നുന്നു അതാണ് കാരണം എന്നുള്ളത്. കാരണം എല്ലാവരും എടുക്കുന്ന സിനിമകൾ ബ്രഹ്മാണ്ഡം തന്നെയാണ്. അപ്പൊ പിന്നെ അതിൽ തമ്മിലുള്ള കോമ്പറ്റീഷനായി. ആ കോമ്പറ്റീഷനിൽ രക്ഷപ്പെടുന്നവർക്കാണ് ഏറ്റവും സക്സസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കൊല്ലത്തിലൊരിക്കലും ബിരിയാണി കഴിക്കുന്നതും എല്ലാ ആഴ്ചയിലും പലതരം ബിരിയാണി കഴിക്കുമ്പോൾ ബിരിയാണി കിട്ടുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു. ആ ലെവലിൽ വന്നപ്പോൾ എല്ലാവരും ബ്രഹ്മാണ്ഡ സിനിമകളും വലിയ സിനിമകളും എടുത്തു തുടങ്ങി. പിന്നെ എല്ലാ ഭാഷയുള്ള സിനിമകൾ എല്ലാവരും കാണാൻ തുടങ്ങി. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എങ്കിലും ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയിൽ ശങ്കറിന്റെ ഒരു ഗ്രേറ്റ് കംബാക്ക് എക്സ്പെക്ട് ചെയ്യാണ്. നമ്മൾ ഇന്ത്യൻ 2-ൽ എക്സ്പെക്ട് ചെയ്തു. ഞാൻ വലിയ കാര്യമായിട്ട് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ 2-ൽ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇന്ത്യൻ 2 എന്താണെന്നുള്ളത് ഏകദേശം ഒരു ഇത്ര വർഷം സിനിമകൾ കണ്ട് ജഡ്ജ് ചെയ്തതിൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഏകദേശം അറിയായിരുന്നു. പിന്നെ മിറാക്കിൾ സംഭവിക്കണം. നമ്മൾ ഫുള്ള് ജഡ്ജ് ചെയ്യുന്ന ആളൊന്നുമല്ല, ആരുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ 2-ലേക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഗെയിം ചേഞ്ചർ എന്തോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ പടം ഒരു വലിയ ഗ്രേറ്റ് കംബാക്ക് കൊടുക്കാനായിട്ട്. അത് മാത്രമല്ല രാം ചരൺ ആ പടം ഹിറ്റ് അത്യാവശ്യമാണ്. കാരണം രാജമൗലി പടത്തിൽ നിന്ന് വന്നിട്ടുള്ള NTR ഒരു ദേവര ഒരു അത്യാവശ്യം നല്ലൊരു ഹിറ്റ് കൊടുത്തു, ഒരു കുലുക്കുണ്ടാക്കി. അല്ലു അർജുൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ഇന്ത്യൻ സിനിമയുടെ ടോപ്പിൽ കൊടികുത്തി ആളിരുന്നു. ആളടിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ രാം ചരൺ എന്ന് പറയുന്ന RRR വന്ന രാം ചരൺ ഒരു ഹിറ്റ് കൊടുത്തേ പറ്റൂ. അപ്പം അത് കാരണം ഓൾറെഡി ഇന്ത്യൻ 2 പക്ക ഫ്ലോപ്പ് ആയതിൻ്റെ ഒരു ടെൻഷനൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അവരത് ഓവർകം ചെയ്ത് ഗെയിം ചേഞ്ചറിലൂടെ മാറ്റണം എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത്. കാർത്തിക് സുബ്രാജിന്റെ സ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണ് ഈ പടത്തിന് കുറച്ച് പ്രതീക്ഷ എല്ലാവർക്കും. കുറേ പിള്ളേര് പറഞ്ഞുകൊണ്ട് ശങ്കറല്ല ഒരു കാര്യമില്ല എന്നുള്ളത്. ശങ്കറിനെ പറ്റി അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ പഴയകാലത്തെ ശങ്കറിനെ പറ്റി അറിയാത്തതുകൊണ്ട്, വേറെ ഡയറക്ടേഴ്സിന്റെ പഴയകാലം പറഞ്ഞ പോലെയല്ല ശങ്കറിന്റെ പഴയകാലം. അതൊരു റേഞ്ച് തന്നെയാണ്. അത് നിങ്ങൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം എന്തായാലും ഗെയിം ചേഞ്ചറിലൂടെ ഒരു നമ്മുടെ ശങ്കർ എന്ന് പറയുന്ന ആ ഡയറക്ടർ ഒരു വലിയൊരു കംബാക്ക് നടത്തട്ടെ, തിരിച്ചറിവ് വരട്ടെ. പിന്നെ വേൽപ്പാരി എന്ന് പറയുന്ന തൻ്റെ ഡ്രീം പ്രൊജക്റ്റിന്റെ സ്ക്രിപ്റ്റ് വർക്ക് കഴിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. നോക്കിയും കണ്ട് പടങ്ങൾ ചെയ്യുക, പണ്ട് ചെയ്യുന്ന പോലെയല്ല. നോക്കിയും കണ്ട് പടങ്ങൾ ചെയ്ത് ജനങ്ങളെ അല്ലെങ്കിൽ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ വെരി വെരി ബിഗ് ടാസ്ക് ആണ്. അപ്പോൾ അത് എന്തായാലും ഗെയിം ചേഞ്ചറിലൂടെ ഒരു ശങ്കറിന്റെ കരിയറിൽ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാവട്ടെ പടം.